ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഇലക്ട്രോണിക് സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് മൾട്ടിമീറ്ററിൻ്റെ ഉപയോഗം. വോൾട്ടേജ് അളക്കുക, കറണ്ട് അളക്കുക, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് അളക്കുക, അങ്ങനെ മൾട്ടി പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ആയതുകൊണ്ടാണ് നമ്മളിതിനെ മൾട്ടിമീറ്റർ എന്ന് വിളിക്കുന്നത്. മൾട്ടിമീറ്ററിൻ്റെ കൂടെ കിട്ടുന്ന ഇത്തരം കണക്ടറുകളെ നമ്മൾ പ്രോബ് എന്നാണ് വിളിക്കുന്നത്. ഈ പ്രോബുകൾ നമുക്ക് രണ്ട് കളറിൽ കിട്ടും, ഒന്ന് ചുവപ്പും ഒന്ന് ഇതേപോലെ കറുപ്പും. ഇനി നമ്മുടെ ഈ ഒരു മൾട്ടിമീറ്ററിൽ ഈ ചുവന്ന പ്രോബ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം MAV എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പുറത്തൊരു ഡയോഡിൻ്റെ സിമ്പലും ഒരു ഓമിൻ്റെ സിമ്പലും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പോർട്ടിലാണ് നമ്മൾ നമ്മുടെ റെഡ് പ്രോബ് കണക്ട് ചെയ്യേണ്ടത്. ചില മൾട്ടിമീറ്ററുകളിൽ അത് നമുക്ക് ചുവന്ന രീതിയിൽ ആ ഒരു പോർട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ പോസിറ്റീവ് പിന്ന് കണക്ട് ചെയ്യേണ്ട പോർട്ട്. ഇനി നമ്മുടെ നെഗറ്റീവ് പിന്ന്, അതായത് നമ്മുടെ ഒരു ബ്ലാക്ക് പ്രോബ് കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാം കോം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം, അതായത് കോമൺ. ഈ ഒരു പോർട്ടിലാണ് നമ്മൾ ഈ ഒരു കറുത്ത പ്രോബ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു മൂന്നാമതായിട്ട് ഒരു പോർട്ട് കൂടി കാണാൻ സാധിക്കും. 10A എന്ന് പറഞ്ഞൊരു പോർട്ട് കാണാൻ സാധിക്കും, അതായത് 10 ആംപിയർ. ഈ ഒരു പോർട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റിങ്ങിനിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അളക്കാൻ പോകുന്നത് DC വോൾട്ടേജാണ്. ഇപ്പോൾ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ഈ ഒരു റോട്ടറി സ്വിച്ചിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. V എന്നിട്ടിട്ട് അതിൻ്റെ സൈഡിലൊരു ലൈനും അതിൻ്റെ താഴെ ഒരു കട്ടിങ് ലൈനും ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു സിമ്പിളാണ് നമ്മുടെ DC വോൾട്ടേജിൻ്റെ സിമ്പിളായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് DCയുടെ സിമ്പിൾ. നിങ്ങൾക്കിപ്പോൾ നമ്മളിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ DC വോൾട്ടേജ് അളക്കാൻ ഉപയോഗിക്കുന്ന സെക്ഷൻ. ഇപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ 200M, 2, 20, 200, 600 ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ 200M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 മില്ലി വോൾട്ടും, 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വോൾട്ട്, 20 എന്ന് പറഞ്ഞാൽ 20 വോൾട്ട്, 200 200 വോൾട്ട്, 600 600 വോൾട്ട് ഇങ്ങനെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒട്ടുമിക്ക ഇതിലും നമുക്ക് ഈ 200 മില്ലി വോൾട്ട് എന്നുള്ള ഇതിൻ്റെ റേഞ്ച് അളക്കാൻ ആവശ്യം വരുന്ന സാഹചര്യം വളരെ കുറവാണ്. അതുപോലെ തന്നെ 2 വോൾട്ടും നമുക്കധികം ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല. ഏറ്റവും കൂടുതലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് 20 വോൾട്ട്, 200 വോൾട്ട്, 600 വോൾട്ട് ആ റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അളക്കുന്ന ഒരു 12 വോൾട്ട് സോഴ്സ് ആണെങ്കിൽ നിങ്ങൾ 20 വോൾട്ടിൽ സെറ്റ് ചെയ്താൽ മതിയാവും. അതിൻ്റെ താഴേക്കുള്ള എത്ര വോൾട്ട് വേണേലും നിങ്ങൾക്ക് ആ റേഞ്ചിലിട്ട് അളക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് 20 വോൾട്ടിന് മുകളിലും 200 വോൾട്ടിൽ താഴെയാണ് അളക്കേണ്ടതെങ്കിൽ 200 എന്ന റേഞ്ചിലിട്ടാൽ മതിയാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 200 വോൾട്ടിന് മുകളിൽ അളക്കണം എന്നുള്ളത് 600 താഴെയാണെങ്കിൽ 600 എന്നുള്ള ആ റേഞ്ചിലിട്ട് അളന്നാൽ മതിയാവും. അപ്പോൾ നമ്മൾ ആദ്യം അളക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ അളക്കുന്നതൊരു ബാറ്ററിയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ബാറ്ററിയാണ് DC സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ UPSലൊക്കെ ഉപയോഗിക്കുന്നൊരു ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററി 12 വോൾട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി അളക്കാൻ വേണ്ടി ഇടുന്ന റേഞ്ച് 20 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് കാണാൻ റോട്ടറി സ്വിച്ച് ഞാൻ നേരെ 20 എന്നുള്ളതിൻ്റെ നേരെയാക്കി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഒരു ഭാഗമാണ് DC സെക്ഷൻ. AC സെക്ഷനാണ് ഈ കാണുന്നത്. AC സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് കറണ്ടാണ്. ഓൾട്ടർനേറ്റ് കറണ്ടിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാമെന്ന് V എന്നിട്ടിട്ട് അതിൻ്റെ ഇപ്പുറത്തൊരു ഓളം പോലൊരു സിമ്പിൾ കാണിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഓൾട്ടർനേറ്റ് കറണ്ട്, അതായത് AC. അപ്പോൾ നിങ്ങൾ വോൾട്ടേജ് അളക്കുന്ന സമയത്ത് കൃത്യമായി ഉറപ്പ് വരുത്തിയ സോഴ്സ് DCയിലിട്ട് തന്നെ ACയിലിട്ട് തന്നെ കൃത്യമായി അളക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് അളക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പോസിറ്റീവ് പിന്ന് കറക്റ്റ് ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവ് പിന്ന് കറക്റ്റ് ബാറ്ററിയുടെ നെഗറ്റീവിലും കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ വോൾട്ടേജ് അളക്കുന്നത് 13.16 ഈ ഒരു ബാറ്ററിയിലുള്ള വോൾട്ടേജിൻ്റെ റേഞ്ച്. ഇനി നമുക്ക് ഈ ഒരു പൊളാരിറ്റി ഒന്ന് തെറ്റിച്ച് കൊടുത്ത് നോക്കാം. അതായത് നെഗറ്റീവ് പോസിറ്റീവിലും പോസിറ്റീവ് നെഗറ്റീവിലുമായിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൾട്ടിമീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ സൈഡിലായിട്ടൊരു മൈനസ് സിമ്പിൾ വന്നിട്ട് കാണാം. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പൊളാരിറ്റി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നെഗറ്റീവിൻ്റെ ഒരു സിമ്പിൾ കാണിക്കും, അതായത് ഒരു മൈനസ് സിമ്പിൾ കാണിക്കും. DC വോൾട്ടേജിൽ മാത്രമേ ഇങ്ങനെ കാണിക്കുള്ളൂ. നമുക്ക് ACയിൽ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു DC വോൾട്ടേജ് അളക്കുമ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്ന പൊളാരിറ്റി തെറ്റാണെങ്കിൽ അവിടെ ആ ഒരു സിമ്പിൾ കാണിക്കും. അപ്പോൾ നമ്മൾ ഇനി അളക്കാൻ പോകുന്നത് AC വോൾട്ടേജാണ്. അപ്പോൾ നമ്മളിവിടെ അളക്കാനായിട്ട് AC സോഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനിവിടെ ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ റോട്ടറി സ്വിച്ച് 600 വോൾട്ട് ACയിലേക്കാണ് സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ACയുടെ സിമ്പിൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് കാണാം Vയുടെ ഒരു ഇതിട്ട് അപ്പുറത്തൊരു സൈഡിലായിട്ടൊരു ഓളം പോലൊരു സിമ്പിൾ, അതാണ് നമ്മുടെ AC, അതായത് ഓൾട്ടർനേറ്റ് കറണ്ടിൻ്റെ സിമ്പിൾ.
അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു സോഴ്സിലെ AC സപ്ലൈ എത്ര വോൾട്ടാണെന്നാണ് അളക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 227 വോൾട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ നമ്മുടെ വീട്ടിൽ വരുന്ന വൈദ്യുതി 230 വോൾട്ടിനടുത്താണ് ഏകദേശം വരിക. അപ്പോൾ ഉറപ്പായിട്ടും 200 വോൾട്ട് മുകളിലായിരിക്കണം നിങ്ങളത് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ റോട്ടറി സ്വിച്ച് 200 വോൾട്ടിന് മുകളിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് വരുന്ന ആ ഒരു വോൾട്ടേജിന് ഒരു ധാരണയില്ല, അതായത് എത്ര വോൾട്ടാണ് വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൾട്ടിമീറ്ററിലെ ഏറ്റവും ഉയർന്ന വോൾട്ടേജ്, അതായത് ഇപ്പോൾ അവർ അളക്കുന്ന സോഴ്സിലെ ഏറ്റവും ഉയർന്ന വോൾട്ടേജിൽ റോട്ടറി സ്വിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോബ് പിടിക്കുമ്പോൾ ടെസ്റ്റിംഗ് ടൈമിൽ ഉയർന്ന വോൾട്ടേജ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകൾ ഇതേപോലെ ആ ഒരു പ്രോബിൻ്റെ പിന്നിൽ ഇങ്ങനെ തട്ടാതിരിക്കാൻ സൂക്ഷിക്കുക. അങ്ങനെ തട്ടിയാൽ നമുക്ക് ഷോക്കായിട്ട് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രോബ് കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ പിടിച്ച് ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൈ ഒരിക്കലും ഇങ്ങനെ വെച്ച് ടെസ്റ്റ് ചെയ്ത് കൈ ഈ ഒരു പിന്നിലും മുട്ടി അപകടം ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനി അളക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് അളക്കാനായിട്ട് നമ്മൾ ഈ ഒരു റോട്ടറി സ്വിച്ച് ഈ ഒരു സെക്ഷനിൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഓമിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റാണ് ഓം. ആ ഓമിൻ്റെ സിമ്പിളാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി മറ്റൊരു ഇമേജ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓമിൻ്റെ സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഒരു ഈ ഇത്രയും സെക്ഷനിലാണ് നമ്മൾ റെസിസ്റ്റൻസ് അളക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 200, 2K, 20K, 200K, 2M എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതായത് 200 ഓം, 2 കിലോ ഓം, 20 കിലോ ഓം, 200 കിലോ ഓം, 2 മെഗാ ഓം. ഇത്രയാണ് നമുക്കിതിൽ അളക്കാൻ സാധിക്കുന്ന മാക്സിമം കപ്പാസിറ്റി. അതായത് റെസിസ്റ്റൻസ് നമുക്ക് ഇത്രയും ഈ ഒരു ലെവലിലാണ് മാക്സിമം ഈ ഒരു മൾട്ടിമീറ്ററിൽ അളക്കാൻ സാധിക്കുക. നമ്മൾ മേടിക്കുന്ന മൾട്ടിമീറ്റർ അനുസരിച്ച് പല രീതിയിലും വ്യത്യാസം വരും, അത് ഓർത്തിരിക്കുക. ഞാനിപ്പോൾ ഈ അളക്കുന്ന മൾട്ടിമീറ്ററിൻ്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ എനിക്കിപ്പോൾ അളക്കാനുള്ളത് ഒരു 10K റെസിസ്റ്ററാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10K റെസിസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ അളക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു റോട്ടറി സ്വിച്ച് 20Kയിലാണ് ഇടുന്നത്. അതായത് നമുക്ക് 2K അല്ല, നമ്മുടെ റെസിസ്റ്റർ 10K ആണ്. അപ്പോൾ 2K ഇതിൻ്റെ 20Kക്ക് താഴെയുള്ള പിന്നെ 2K ആണ്. അപ്പോൾ നമുക്ക് 2Kയിലിട്ട് അളക്കാൻ സാധിക്കില്ല. അപ്പോൾ 20Kയിൽ താഴെയാണ് നമ്മുടെ 10K വരുന്നത്. അപ്പോൾ നമ്മൾ 20Kയിലിട്ട് അതിന് താഴേക്കുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മൂഡിൽ അളക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ അളക്കുന്ന റെസിസ്റ്റർ 20Kക്ക് മേളിലുള്ളതാണെങ്കിൽ നിങ്ങൾ 200Kയിലോ അല്ലെങ്കിൽ 2 മെഗാ ഓമിലോ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു 10K റെസിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു 10K ഓമിൻ്റെ റെസിസ്റ്റർ എടുത്ത ശേഷം നമ്മൾ പ്രോബിലിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മുട്ടിക്കുക. നിങ്ങൾക്ക് പൊളാരിറ്റി ഒന്നും ഇതിന് പ്രശ്നമല്ല. നമ്മളിങ്ങനെ മുട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 9.6K ഓം ഇവിടെ നമുക്ക് റീഡിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അളക്കുന്ന റെസിസ്റ്ററിനനുസരിച്ച് ആ ഒരു റേഞ്ച് മാറ്റി കൊടുക്കുക. അതായത് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ റോട്ടറി സ്വിച്ചിലെ റേഞ്ച് മാറ്റി സെറ്റാക്കി അളക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒരു റെസിസ്റ്റർ ചെക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഡയോഡ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഒരു ഡയോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഡയോഡ് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മൾട്ടിമീറ്ററിൽ ഈ ഒരു പ്രോബിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബസറിൻ്റെ പോലത്തെ ഒരു സിമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. ഇങ്ങനൊരു സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന കാണാം. ആ ഒരു സെക്ഷനിലേക്ക് നമ്മുടെ റോട്ടറി സ്വിച്ചിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ഡയോഡിന് 2 ഭാഗങ്ങളുണ്ട്, അതായത് ആനോഡും കാതോഡും. ഇതിൽ ആനോഡ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്, കാതോഡ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഡയോഡിൻ്റെ സൈഡിലായിട്ടൊരു സിൽവറിൻ്റെ ഒരു റൗണ്ട് ഇങ്ങനെ സിൽവറിൻ്റെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് കാണാം. ആ ഒരു ഭാഗമായിരിക്കും നമ്മുടെ കാതോഡ്. ഇവിടെ പ്രത്യേകിച്ച് ഈ സൈഡിൽ പ്രത്യേകിച്ച് ഒരു ഇതില്ലാണ്ട് ഒന്നും കൊടുക്കാണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ആനോഡ്. നമ്മുടെ ഡയോഡിൽ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവും കാതോഡ് എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് എടുത്ത ശേഷം ആനോഡിൽ പോസിറ്റീവും കാതോഡിൽ നമ്മൾ നെഗറ്റീവും കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു റീഡിങ് വരുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡയോഡ് ഓക്കെയാണ്. ഇനി നമുക്ക് ഡയോഡിന് വേറെ എന്തെങ്കിലും ഷോർട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നതിനായിട്ട് ഒന്നുകൂടി ഇതൊന്ന് തിരിച്ചു വെച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഡയോഡ് ഓക്കെയാണ്. ഇതുപോലെ തിരിച്ച് വെച്ചിട്ടും റീഡിംഗ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയോഡ് കംപ്ലൈൻ്റ് ആണെന്നാണ് അർത്ഥം. കാരണം നമ്മൾ വൈദ്യുതി ഒരു ഭാഗത്തേക്ക് മാത്രം കടത്തിവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് വീണ്ടും ഒന്നുകൂടി വെക്കുന്നു. ആനോഡിൽ പോസിറ്റീവും കാതോഡിൽ നെഗറ്റീവും കൊടുക്കുന്നു. അപ്പോൾ നമുക്കവിടെ റീഡിംഗ് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഡയോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു LED എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ നോക്കാം.
അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു റേഞ്ച് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കണ്ടിന്യൂറ്റി റേഞ്ച് തന്നെയാണ് നമ്മുടെ ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ റോട്ടറി സ്വിച്ച് ഇടുന്നത്. ഇനി നമ്മൾ പിന്നെടുത്ത ശേഷം നമ്മുടെ ഒരു പ്രോബ് LED ഒരു പിന്നിലിങ്ങനെ കറക്റ്റ് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു LED നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. കാരണം നീളം കൂടിയ പിന്ന് പോസിറ്റീവും നീളം കുറഞ്ഞ പിന്ന് നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ കൃത്യമായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ LED കത്തുന്നതാണ്. ഇതിൽ നമ്മളിങ്ങനെയാണ് നമ്മുടെ LED ഓക്കെ ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതേപോലെ തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ LED കത്തില്ല, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു LEDയുടെ ലെഗിൻ്റെ നീളം നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് LED കണ്ടുപിടിക്കാവുന്നതാണ്. LED ഓക്കെ ആണോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു LED കത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു LED ഫോൾട്ടി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതാണ് നമ്മുടെ കണ്ടിന്യൂറ്റി മോഡ്. അതും ഇത് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഒരു റോട്ടറി സ്വിച്ച് സെയിം ഇവിടെ തന്നെയാണ്. ഇതിൽ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സർക്യൂട്ട് എവിടെയെങ്കിലും കട്ടായി പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ കാണാൻ നോക്കുക, ഇവിടെ നമുക്കിവിടെ കാണാൻ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്ന ഒരു ബസർ അടിക്കുന്ന സൗണ്ട് കേൾക്കാം. നമ്മുടെ പ്രോബ് തമ്മി കൂട്ടി പൊട്ടിക്കുമ്പോൾ നമുക്ക് ബസർ അടിക്കുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ജമ്പർ പിൻസ് എടുത്തിട്ടുണ്ട്. ഇതിലൊരു ജമ്പർ ഞാനിപ്പോൾ ഇങ്ങ് ഊരിയെടുക്കുകയാണ്. ഓക്കെ, ഈ ജമ്പർ പിന്ന് ഒരറ്റത്ത് നമ്മളിങ്ങനെ മുട്ടിച്ച് അടുത്തതിൻ്റെ അറ്റം നമ്മൾ അടുത്ത പിന്നിലും മുട്ടിക്കും. ഇപ്പോൾ ബീപ്പ് അടിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഈ ഒരു വയറിനുള്ളിൽ പ്രത്യേകിച്ച് കട്ടിങ്ങോ അതായത് സർക്യൂട്ട് കട്ടായിട്ടോ ഒന്നുമില്ലയെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീപ്പ് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയിരിക്കുന്ന കോണ്ടാക്റ്റ് എവിടെയോ കട്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടിന്യൂറ്റി മോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിനി ആംബിയറാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആംബിയർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമുക്ക് അളക്കേണ്ട ആംബിയർ 200 മില്ലി ആംബിയർ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ തന്നെ അളക്കാവുന്നതാണ്. അതായത് ഈ ഒരു പോർട്ടിൽ തന്നെ നമുക്ക് അത് അളക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് അളക്കേണ്ട റേഞ്ച് 200 മില്ലി ആംബിയറിന് മേളിലാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബ് മാറ്റിയ ശേഷം ഈ 10 ആംബിയർ പോർട്ടിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത ശേഷം നമ്മുടെ റോട്ടറി സ്വിച്ച് 10 ആംബിയറിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, 200 മില്ലി ആംബിയർ വരെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ തന്നെ അളക്കാവുന്നതാണ്. 200 മില്ലി ആംബിയറിന് മുകളിൽ അതായത് 10 ആംബിയർ നിങ്ങളിവിടെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ് നിർബന്ധമായിട്ടും 10 ആംബിയർ പോർട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കണം. മാത്രമല്ല ഈ ചെക്കിങ് 10 ആംബിയറിൻ്റെ ഇത് ചെക്കിങ് കഴിഞ്ഞ ശേഷം തന്നെ ബാക്കി എന്ത് ചെക്ക് ചെയ്യാനാലും നമുക്കത് ഈ ഒരു പോർട്ട് വഴി സാധിക്കുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഒരു ടെസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം ഈ ഒരു പ്രോബ് തിരിച്ച് മാറ്റി ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ആംബിയർ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു DC ഫാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു DC ഫാനിൻ്റെ നെഗറ്റീവ് നമ്മൾ ഈ ഒരു 12 വോൾട്ട് ബാറ്ററി കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി കിടക്കുന്ന ഈ ഒരു പോസിറ്റീവ് നമ്മൾ ഒരു ഭാഗം നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബിലും രണ്ടാമത്തെ ഈ ഒരു പ്രോബ് നമ്മൾ ബാറ്ററിയിലും മുട്ടിക്കുമ്പോൾ നമ്മുടെ ഫാൻ റൺ ആവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ മൾട്ടിമീറ്ററിൽ അവിടെ റീഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ 0.18 അതായത് 0.18 ആംബിയറാണ് നമ്മുടെ ഈ ഒരു ഫാൻ ഉപയോഗിക്കുന്നത്. അതായത് 18 മില്ലി ആംബിയറാണ് നമ്മുടെ ഈ ഒരു ഫാൻ റൺ ആകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൾട്ടിമീറ്ററിനുള്ളിൽ വഴി കറണ്ട് കയറിയ ശേഷമാണ് നമ്മുടെ ഫാനിലെത്തുന്നത്. ആ സമയത്ത് അതിനുള്ളിൽ വഴി ഒഴുകുന്ന ആ ഒരു കറണ്ടാണ് നമ്മുടെ മൾട്ടിമീറ്റർ അളന്നവിടെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ആംബിയർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ താഴെയായിട്ട് HFE എന്ന് പറഞ്ഞാണ്. ഇത് നമ്മൾ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷനാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പിന്നൊന്നും വേണ്ട, നമ്മൾ പ്രോബിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം NPN PNP എന്നും പറഞ്ഞ് നമുക്കവിടെ ഒരു 3 സോക്കറ്റുകൾ കൊടുത്തിരിക്കണം. 4 പിന്നുള്ള സോക്കറ്റ് കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു സോക്കറ്റിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു റീഡിങ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാമെന്നും അതേപോലെ തന്നെ കപ്പാസിറ്റർ എങ്ങനെയാണ് ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാമെന്നും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോൾഡ് എന്ന് പറയുന്ന സ്വിച്ച് കാണാം. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ മെഷർ ചെയ്തൊരു അളവ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് അവിടെ ആ ഒരു അളവ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോൾഡ് ബട്ടൺ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഹോൾഡ് ബട്ടൺ അമർത്തിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു H എന്ന് പറഞ്ഞ സിമ്പിൾ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ആ ഒരു സെക്ഷൻ ഹോൾഡായി. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രീനിലുള്ളത് നമ്മൾ ഇപ്പോൾ അളന്നിരിക്കുന്ന ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മുടെ പ്രോബ് എടുത്താലും നമുക്ക് ആ ഒരു റീഡിങ് അവിടെ നിന്ന് പോകില്ല. ഇനി തിരിച്ച് പഴയതുപോലെ ആവാനായിട്ട് ഹോൾഡ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൾട്ടിമീറ്ററിന് ആ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് മാഞ്ഞു പോകും. ഓക്കെ,
പിന്നീടുള്ളത് ബാക്ക് ലൈറ്റാണ്. ഈ ഒരു സ്വിച്ചാണ് നമ്മൾ ബാക്ക് ലൈറ്റിന് ഉപയോഗിക്കുന്നത്. ഓർക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പനി അനുസരിച്ച് ഇതിനെല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൾട്ടിമീറ്ററിലുള്ള സെക്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കാര്യം അറിയിക്കുക, മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സേഫ്റ്റി പ്രിക്കോഷൻസ്, അതായത് നമ്മൾ ഉയർന്ന വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോബിൻ്റെ ഇത്തരം പിന്നുകളിൽ കൈ തട്ടുന്ന കാര്യം ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. തുടക്കക്കാർക്ക് പല തവണയും പറ്റാവുന്ന അപകടങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമ്മളതെല്ലാം ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു 10 ആംപിയർ പോർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഓർക്കുക, 10 ആംപിയർ യൂസ് ചെയ്ത് ആ ഒരു സെക്ഷൻ അളന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കി എന്ത് നമുക്ക് അളക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തിരിച്ച് ആ ഒരു പിന്ന് ഊരി തിരിച്ച് ഇവിടെ തന്നെ ഇടണം. കോമൺ എപ്പോഴും കോമണിൽ തന്നെ ആയിരിക്കും. ഈ ഒരു 2 പിന്നുമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നത്. 10 ആംപിയറിന് മാത്രമേ നമുക്ക് ഈ ഒരു പോർട്ട് ആവശ്യമുള്ളൂ. അതും ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിന് രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് മീ വിഷ്ണു, സൈനിങ് ഔട്ട് ഫ്രം ക്രിയേറ്റീവ് ട്രിക്കി.